നമസ്കാരം. പ്രധാന വാർത്തകൾ. പുതിയ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ പുതിയ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായി നിയമിച്ച കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഉദയ് ഭാനു ചിബ്. യൂത്ത് കോൺഗ്രസ് ജമ്മു കാശ്മീർ പ്രസിഡന്റായും ഉദയ് ഭാനു ചിബ് പ്രവർത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലും പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. വയനാട് പുൽപ്പള്ളിയിൽ സസ്പെൻഷനിലായിരുന്ന സിവിൽ പോലീസ് ഓഫീസറെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാണിക്കുപ്പ് മാവേലി പുത്തൻപുരയിൽ ജിൻസനാണ് മരിച്ചത്. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജിൻസൺ 1 വർഷത്തോളമായി സസ്പെൻഷനിലാണ്. പത്തനംതിട്ടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച വൻ അപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. പത്തനംതിട്ട റാന്നി പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ അസം സ്വദേശിയായ ഗണേഷിന് ഗുരുതരമായി പരിക്കേറ്റു. കെട്ടിടത്തിൽ നിന്ന് ഉഗ്രശബ്ദം കേട്ടതായി നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. എന്താണ് സംഭവമെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല. തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും എത്തി പരിശോധന നടത്തിയത്. തുടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന് വ്യക്തമായി. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പൊട്ടിത്തെറിയെ തുടർന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജനൽ ചില്ലകളും മറ്റും താഴത്തേക്ക് തെറിച്ചു വീണു. റോഡിലേക്കും തെറിച്ചു വീണു. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കാസർഗോഡ് യുവാവ് മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവാവ് മരിച്ചു. കാസർഗോഡ് ചട്ടാഞ്ചൽ ഉക്രാമ്പാടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മുംബൈയിൽ നിന്ന് 2 ആഴ്ച മുമ്പ് പനി ബാധിച്ചെത്തിയതായിരുന്നു. പനി കടുത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് വ്യക്തമല്ല. സംഭവത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചു. ചികിത്സയ്ക്കിടെ രോഗം ഗുരുതരമാവുകയായിരുന്നു. സംസ്ഥാനത്ത് നേരത്തെ തിരുവനന്തപുരത്തും മലപ്പുറത്തും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അർജുന്റെ അമ്മ മാൽപ്പയെ വിളിച്ചു. നാളെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷ. ലോറി ഉടമ മനാഫ്. ശിരൂരിലെ ദൗത്യത്തിനായി ഈശ്വർ മാൽപ്പെ നാളെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷയെന്ന് ലോറി ഉടമ മനാഫ്. അർജുന്റെ അമ്മ മാൽപ്പയെ വിളിച്ച് ദൗത്യമേഖലയിൽ തുടരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മാൽപ്പെ തോറ്റുപോകുന്നയാളാണെന്ന് തോന്നുന്നില്ല. അർജുന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കുമെന്നാണ് വിശ്വാസമെന്ന് മനാഫ് പറഞ്ഞു. അശോക് ലെയ്ലാൻഡ് ലോറിയുടെ ചേസ് നമ്പർ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയതിനാലാണ് അധികൃതർ മാൽപ്പയെ ഭീഷണിപ്പെടുത്തിയെന്ന് മനാഫ് ആരോപിച്ചു. അധികൃതർ പറയുന്നതിലും കൂടുതൽ വാഹനങ്ങൾ അടിത്തട്ടിലുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് മനാഫ് പറഞ്ഞു. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നായിരുന്നു മാൽപ്പെ ദൗത്യം മതിയാക്കി മടങ്ങിയത്.